നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ന് ഒരു പാട്ടൊക്കെ പാടിങ്ങ് തുടങ്ങിയാലും നമുക്ക് ഏത് പാട്ടാ? കാണ്ടമൃഗത്തിന്റെ തോല്ലട്ടാ, കുടിച്ച കള്ളം പറയില്ലട്ടാ. അതിന്ന് ഒരാൾ പറയുന്ന കേട്ട് ഇത് ആരെ പറ്റിയാണ് ഉദ്ദേശിച്ച് പറഞ്ഞതെന്നുള്ളത്. തീർച്ചയായിട്ടും അത് ചില കാണ്ടാമൃഗത്തിന്റെ തോലായിട്ടും കുടിച്ച കള്ളിനെ പറ്റിയൊക്കെ പറയുന്നത് ചില ആളിനെ പറ്റിയാണ്. അതുകൊണ്ടാണ് സംസ്ഥാന ദേശീയ അവാർഡ് കിട്ടിയെന്നൊക്കെ ഉള്ള രീതിയിൽ വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്ങനെ തോന്നുന്നു ശ്രീജ പാട്ട്? പാട്ട് നല്ലത് തന്നെയാണ്. പാട്ടിന് വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം ഇത്രയും അർത്ഥവക്തായിട്ടുള്ള വരികൾ ONV എഴുതുമോ നമ്മൾ ചോദിക്കാം, വൈലോപ്പള്ളി എഴുതുമോ, കുമാരനാശൻ എഴുതുമോ ഒക്കെ നമ്മൾ ചോദിക്കാറില്ലേ. തീർച്ചയായിട്ടും നമുക്ക് എനിക്ക് ഏതായാലും അത്തരം കവിതകൾ എഴുതാനോ അല്ലെങ്കിൽ അത്തരം സാഹിത്യപരമായി പറയാനോ സംസാരിക്കാനോ ഒന്നും എനിക്ക് അറിയില്ല. എനിക്ക് അങ്ങനെ കവിത എഴുതാനും അറിയില്ല. അതുകൊണ്ടിപ്പോൾ വിമർശിക്കാനും കഴിയില്ല. അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പല കഴിവുകളും പോലീസ് കേസായി കോടതിയിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇവിടെ സംസ്ഥാന സർക്കാർ അവാർഡ് നൽകി അദ്ദേഹത്തിന്റെ എല്ലാ കഴിവുകൾക്കും ഒരു ആദരം നൽകുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഇന്ന് പറഞ്ഞൊരു കാര്യമാണ്, ചെയ്യുന്ന പ്രവർത്തികൾ അവിടെ കൊള്ളുന്നുണ്ട്, അവിടെ ഏൽക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ ഒരു സമ്മാനം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു പുരസ്കാരം 50,000 രൂപയും പ്രശസ്തി പത്രമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് ഈ വേടനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ്. കാരണം വേടന് ഈ സംസ്ഥാനം വിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ പോയി പാട്ട് അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയ ഒരു സമയമായിരുന്നു. അതായത് കോടതി അനുമതി നൽകിയ സമയത്താണ് ഇത്തരം ഒരു അവാർഡ് കൂടി വേടന് കിട്ടുന്നത്. 2018 കഴിയുമ്പോഴാണ് ഹോം എന്ന ചിത്രം പുറത്തിറങ്ങുന്നത്. അന്ന് ഹോം എന്ന ചിത്രം പുറത്തിറങ്ങുമ്പോൾ നമുക്കറിയാം വിജയ് ബാബു എന്ന് പറയുന്ന പ്രൊഡ്യൂസറിന് അന്ന് ലൈംഗിക ആരോപണ കേസുമായി ബന്ധപ്പെട്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ ഹോം എന്ന് പറയുന്നത് കുറച്ച് നാളിന് ശേഷം, കാരണം മലയാള സിനിമയ്ക്ക് ഒരു പതനം ഉണ്ടായിരുന്നു, ഇടയ്ക്കൊക്കെ ഇറങ്ങുന്നതെല്ലാം പൊട്ടിപ്പാളീസാകുന്ന ഒരു സിനിമ ഉണ്ടാകുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഹോം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലേക്ക് വീണ്ടും നമ്മുടെ കുടുംബ പ്രേക്ഷകരെ എത്തിക്കാൻ വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ദ്രൻസ് എന്ന് പറയുന്ന അതുല്യ നടൻ, അതുപോലെ തന്നെ മഞ്ജു പിള്ള, അങ്ങനെയുള്ള നിരവധി കലാകാരന്മാരുടെ നല്ലൊരു സിനിമ തന്നെയായിരുന്നു ഹോം എന്ന് പറയുന്നത്. കോവിഡ് കാലഘട്ടത്തിലാണ് നമ്മളത് ഏറ്റവും കൂടുതൽ കണ്ടത്. ആ സിനിമ ഒരിക്കൽ പോലും ഈ പറയുന്ന സംസ്ഥാന അവാർഡിന്റെ പട്ടികയിൽ ഒരിടത്തും പോലും വന്നിരുന്നില്ല. അദ്ദേഹത്തിന് ഇന്ദ്രൻസിന്റെ പേരോ മഞ്ജു പിള്ളയുടെ പേരോ ആരുടെ പേരോ ബാലതാരത്തിന്റെ പേരോ ഒന്നും തന്നെ വന്നിരുന്നില്ല. മികച്ച കഥയ്ക്ക് പോലും ഒന്നിനും തന്നെ ആ ഒരു പേര് വന്നിരുന്നില്ല. കാരണം തിരക്കിയപ്പോൾ അന്നത്തെ ജൂറിയുടെ ഒരു വിശദീകരണം ഇതായിരുന്നു, അതിന്റെ പ്രൊഡ്യൂസർ ഇത്തരത്തിൽ ലൈംഗിക പരാതിയിൽ ആരോപണ വിധേയനാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കേസ് നടക്കുന്നതുകൊണ്ടാണ് ആ സിനിമ പരിഗണിക്കാതിരുന്നത് എന്നുള്ള ഒരു വിശദീകരണമാണ് നൽകിയത്. നമുക്കിവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്താണ്, വേടൻ സമാനമായ രീതിയിലുള്ള സംഭവത്തിൽ കേസിൽ ഇപ്പോൾ അകപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല മറ്റു പല കേസുകളിലും. എന്നിട്ടും വേടനെ സംസ്ഥാന സർക്കാർ അവാർഡ് നൽകി കൊടുക്കുകയാണ്. ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഇരട്ട നീതി എന്ന് പറയുന്നതിൽ ഓന്തിന് പോലും ഇതിനേക്കാൾ വേഗത്തിൽ നിറം മാറാൻ സാധിക്കുമോ എന്ന് ഓന്ത് തിരിച്ചു ചോദിക്കുന്ന സാഹചര്യം എത്തി നിൽക്കുന്നു നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ വേട നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കൂ, വേട നിങ്ങളുടെ കഴിവറിയാതെ നിങ്ങൾ പറഞ്ഞ ആ അർത്ഥവത്തായ വരികൾ, അതായത് കുടിച്ച കള്ളം പറയില്ല എന്ന് പറയുന്ന ആ വരികൾ ഞങ്ങൾ ഇനിയും ഏറ്റുപാടും, പുകയുടെ പടലങ്ങളിൽ നിന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും ഏറ്റുപാടുമെന്ന് പറയുന്ന തലമുറയാണ് ഇന്ന് വേടനെ പിന്തുണയ്ക്കുന്നത്. മാത്രമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്, ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്, ഇറന്ന മലയാള അക്ഷരം എങ്ങനെയാണ് ഉച്ചരിക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയാത്ത തലമുറയാണ് ഇന്ന് ഈ വേടനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വേടനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മറ്റൊരു കാര്യം കൂടി പറയാണ്, അതായത് സംവിധായകനായ വ്യാസൻ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇന്ന് ആരോപണ വിധേയനായിട്ടുള്ള ഈ വേടന് സമ്മാനം നൽകി അല്ലെങ്കിൽ പുരസ്കാരം നൽകിയ സംസ്ഥാന സർക്കാർ ഭാവിയിൽ ഈ പറയുന്ന ദിലീപിന് ഒരു സംസ്ഥാന പുരസ്കാരം നൽകിയിരുന്നുവെങ്കിൽ നിങ്ങൾ കയ്യും കെട്ടി ഈ പറയുന്ന വിപ്ലവ നായകന്മാർ അല്ലെങ്കിൽ ഈ പറയുന്ന സാമൂഹിക നായികമാർ അടങ്ങിയിരിക്കുമായിരുന്നു എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ പറയുന്നുണ്ട്, രാമലീല എന്ന് പറയുന്ന ദിലീപിന് മനോഹരമായ ഒരു സിനിമ പോലും ദിലീപ് ഇത്തരത്തിൽ ഈ ആരോപണ വിധേയനായതിന് പിന്നാലെ തന്നെ അല്ലെങ്കിൽ കേസിൽ ജയിലിലടക്കം ശിക്ഷ അനുഭവിച്ചതിനാൽ ആ സിനിമ പോലും പരിഗണിക്കപ്പെടാതെ ഒരു ചരിത്രം നമുക്കുണ്ട്. ഒപ്പം താൻ ലഹരി ഉപയോഗിക്കും എന്ന് പൊതുവേദിയിൽ പൊതുമധ്യത്തിൽ വിളിച്ചു പറഞ്ഞ വേടന് സമ്മാനം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന വേടന്റെ കഴിവിന്, വേടന്റെ ഈ ഒരു വരികൾക്ക് സമ്മാനം കൊടുക്കുമ്പോൾ എന്താണ് സംസ്ഥാന സർക്കാർ വിചാരിക്കുന്നതെന്ന് അറിയില്ല. കാണ്ടമൃഗത്തിന്റെ തോല് സംസ്ഥാനത്തിലെ എല്ലാവരും കൂടെ ചേർന്ന് വലിച്ചു കീറുകയാണ് കാര്യം സംശയമില്ല. മാത്രമല്ല ഭാരതാരം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്.
ദേവനന്ദ ദേവനന്ദ ചോദിക്കുന്നു, പ്രകാശ് രാജിനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ സാറേ നമ്മളെ പോലെ ചില ആളുകൾക്ക് തന്നെ ഇവിടേക്ക് ഉണ്ട്, ഞങ്ങളും അഭിനയിച്ച ചരിത്ര സിനിമകളൊക്കെ ഉണ്ട്, അങ്ങനെ അടച്ചാക്ഷേപിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഭാരതമായതുകൊണ്ട് ആരും ഒന്നും മിണ്ടില്ല എന്ന് കരുതി. കാരണം മറ്റൊരു കാര്യം ശ്രീജിത്ത് പണിക്കർ പറയുന്നുണ്ട്, ശരിക്കും ഈ കഞ്ചാവുകളുടെ കൂടെ നിന്ന് കുട്ടികൾക്ക് പങ്കിടേണ്ട അവസരം ഒഴിവാക്കിയതിൽ നന്ദിയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഏതായാലും മറുനാടന് മറ്റൊരു കാര്യം കൂടെ പറയുന്നു, കുതന്ത്രതന്ത്രം ഒന്നും പറയില്ലടാ, കുടിച്ച കള്ളുകള്ളം ഒന്നും പറയില്ലടാ എന്ന് പറയുന്ന വാക്കുകൾ പിണറായി വിജയൻ ഇട്ടുള്ള കുത്താണ് എന്ന് മറ്റൊരു ഭാഷയാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഇതിനു മുമ്പേ നമ്മുടെ 2001 കാലഘട്ടത്തിലാണെന്ന് തോന്നി, കൃത്യമായിട്ട് അറിഞ്ഞൂടാ, ഈ നമ്മുടെ ആകാശദീപങ്ങൾ സാക്ഷി എന്ന് പറയുന്ന പാട്ടും അതേപോലെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒരു നറു പുഷ്പമായി ONVയുടെ ഈ 2 പാട്ടുകൾ അന്ന് പരിഗണനയിൽ വന്നു. പക്ഷേ അതിൽ ഏതെടുക്കണമെന്നൊരു കൺഫ്യൂഷൻ ജൂറിക്കുണ്ടായി. അവസാനം ഇഴകീറി പരിശോധിച്ച് അവസാനം ഗിരീഷ് പുത്തഞ്ചേരിക്ക്, അതായത് ആകാശദീപങ്ങൾ സാക്ഷി എന്ന് പറയുന്ന പാട്ടിന് കൊടുക്കുകയുണ്ടായി. അടുത്ത വർഷം ഇത്തരത്തിലുള്ള 2 പാട്ടുകൾ വന്നു. എനിക്ക് തോന്നുന്നു അതിലെ ഒന്ന് തിരയെഴുതും, മറ്റേ ഇതിനകത്തെ കാവ്യ മാധവനൊക്കെ അഭിനയിച്ച, മനോജ് കെ ജയൻ ഒക്കെ അഭിനയിച്ച ഒരു, എനിക്ക് പെട്ടെന്ന് ചിത്രത്തിന്റെ പേര് ഓർമ്മ വരുന്നത്, തിരയെഴുതും എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇതുണ്ടല്ലോ, ആ പാട്ടും അതേപോലെ മറ്റൊരു പച്ചപ്പനന്തത്തി എന്ന് പറയുന്ന മറ്റൊരു പാട്ടും കൂടെ വന്നു. അപ്പം ഈ 2 പാട്ടുകളിലെ മറ്റേ തിരയെഴുതും എനിക്ക് പെട്ടെന്ന് ആ ലിറിക്സ് ഓർമ്മ വരുന്നില്ല. അതിനകത്തെ തിരയോട് സ്ത്രീയുടെ സൗന്ദര്യത്തെ ഉപമിച്ചപ്പോൾ തിരനുരയും ബാക്കി കൂടെ പാടും, പൃഥ്വിരാജ് അടക്കം അഭിനയിച്ച കാവ്യമാധവനുണ്ട്. തിരനുരയും ചുരുൾമുടിയിൽ കാവ്യ സൗന്ദര്യം, അങ്ങനെ ഒരു പാട്ടാണ്. പ്രേക്ഷകർ ക്ഷമിക്കുക, ഞങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പൊ ആ തിരനുരയും എന്ന് പറയുമ്പോൾ തിരകൾ നുരഞ്ഞു വരുന്നത് സ്ത്രീയുടെ വാർദ്ധക്യത്തെയല്ലേ, വാർദ്ധക്യ ചുരുൾമുടിയല്ലേ സൂക്ഷിക്കുന്നത് എന്ന് പറയുന്ന ആ ഒറ്റ ഇത് കാരണം ആ പാട്ടിനെ ഒഴിവാക്കിയിട്ട് പച്ചപ്പനന്തത്തേക്ക് കൊടുത്തു. അപ്പൊ ഇത്തരത്തിൽ പണ്ട് കാലങ്ങളിലൊക്കെ ഇഴകീറി പരിശോധിച്ചാണ് ഓരോ സാഹിത്യത്തിനും അതേപോലെ തന്നെ പാട്ടുകാർക്കും ഒക്കെ അന്ന് അവാർഡുകൾ കൊടുത്തിരുന്നത്. അതേപോലെ തന്നെ സിനിമകൾക്ക് അന്ന് അടൂറിൻ്റെയൊക്കെ സിനിമകൾ കൂടുതൽ അവാർഡ് സിനിമകൾ എന്നൊക്കെ പറയുമ്പോഴും അവർ ആ കൃത്യമായിട്ടുള്ള കണ്ടന്റ് അനുസരിച്ച് ഓരോ മൂമെന്റ്സിനും നടന്മാർക്കാണ് അത്രയ്ക്ക് ഇഴകീറി പരിശോധന. ഇത് ഇത്തവണത്തെ എന്ത് ഇഴകീറിയാണ് പരിശോധന നടത്തിയെന്നുള്ളത് അവർക്ക് താല്പര്യം അതായിരുന്നു. അതുകൊണ്ട് അവർ ആ ഒരു താല്പര്യം, കാരണം മുക്കിന് ഈ പറയുന്ന മദ്യപാനികൾക്ക് സന്തോഷം പകരുന്ന വാർത്ത കൊടുത്ത് മുക്കിന് ബാർ തുറക്കുന്നവർക്ക് കുടിച്ച കള്ളം ഒന്നും പറയില്ലടാന്ന് പറയുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടവർ. ഇപ്പോൾ എനിക്ക് വേടന്റെ എല്ലാ പാട്ടും, ചില പാട്ടുകളുണ്ട് ലിറിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല അർത്ഥവത്തായിട്ടുള്ള ലിറിക്സ്. പക്ഷെ ഇതിന് ഒരു ഇങ്ങനെ ഇവർക്ക് വേണമെങ്കിൽ കൊടുക്കാറുണ്ട് യുവതലമുറയുടെ റാപ്പ് മ്യൂസിക്കിന് സംസ്ഥാന അവാർഡ്, പ്രത്യേക ജൂറി പരാമർശം, അല്ലെങ്കിൽ റാപ്പ് സംഗീതത്തിന് വേണമെങ്കിൽ സംസ്ഥാന അവാർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ വീണ്ടും പുതുതലമുറയിലെ റാപ്പേഴ്സ് ഒരു പക്ഷേ അടുത്ത വർഷം കാണാം. പക്ഷേ എനിക്കൊരു വിരോധം, അതായത് ഇപ്പോൾ വേടന്റെ വരികൾക്ക് ഓക്കെ ശരി സമ്മതിക്കുന്നു, ഇഷ്ടപ്പെടുന്ന ഒരു ഫാൻ ബേസ് അദ്ദേഹത്തിനുണ്ട്, താല്പര്യമുണ്ട്, എനിക്കും ഇഷ്ടം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത്തരത്തിലുള്ള സമ്മാനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു ആദരം നൽകി സ്വീകരിക്കുമ്പോൾ, ആദരം നൽകി നമ്മൾ ഇരു കൈ നീട്ടി അവരെയൊക്കെ സ്വീകരിക്കുമ്പോൾ സമാനമായ രീതിയിൽ കള്ളും കഞ്ചാവും തീർച്ചയായിട്ട് എഴുതാനും, അതായത് ഇപ്പോൾ വേടൻ കവിതയല്ല എഴുതുന്നത്, അല്ലെങ്കിൽ അവൻ പാട്ടല്ല എഴുതുന്നത്, വേടൻ അവന്റെ അനുഭവങ്ങളാണ് എഴുതുന്നത്, വേടന്റെ വാക്കുകൾ അതിനാണ് ശക്തി എന്ന് പറഞ്ഞുകൊണ്ട് വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. സമാനമായ രീതിയിൽ ഞാനൊരു ഇന്റർവ്യൂ കാണുമ്പോൾ നമ്മുടെ വിനായകൻ അദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള ഇന്റർവ്യൂവിലും അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ തന്നെ വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിച്ച് കണ്ടു. പക്ഷെ അദ്ദേഹത്തിന്റെ ചില രീതികൾ, അദ്ദേഹത്തിന്റെ ചില പ്രവർത്തികളൊന്നും തന്നെ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു രീതിയിലുള്ള. അല്ല, അദ്ദേഹത്തിന് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇപ്പം കൊണ്ടുവന്ന് വേദിയിൽ ഇരുത്തുന്നില്ല? പണ്ട് പൊക്കി എടുത്തുകൊണ്ട് നടന്നിരുന്നേന്നില്ല, അതിന്റെ ഒരു ലെവൽ കെട്ടതുകൊണ്ടാണ് ഇപ്പൊ വേദിയിൽ ഇരുത്താത്തത്. ഇപ്പം എനിക്ക് വേടനോട് പ്രത്യേകിച്ച് മമതയോ അല്ലെങ്കിൽ ഇഷ്ടമോ കൂടുതലോ ഒന്നുമില്ല, കേടോ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന വേദിയിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തുമ്പോൾ അത് മറ്റൊരു വശമാണ്. വേദിയിൽ കൊണ്ടുവന്ന് ഇരുത്തുക, രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പക്ഷം, ഈ പറയുന്ന വേടന് മറുപക്ഷം. അതായത് കഞ്ചാവും ലൈംഗിക പീഡന ആരോപണം മാത്രമല്ല പരാതി കൊടുത്തിട്ടുണ്ട്, അതൊരു ദളിത് യുവതിയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ സാംസ്കാരിക നായികമാർക്ക്, ഈ പറയുന്ന ഫെമിനിസ്റ്റുകൾ, ഇവരൊക്കെ എങ്ങോട്ട് പോയി? ഈ ദളിത് യുവതിക്ക് വേണ്ടി എത്ര പേര് കൊടി പിടിച്ചു? വേടന് കൊടി പിടിക്കുന്നവര് പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ ദളിതർക്ക് വേണ്ടിയിട്ടുള്ള ഉന്നമനത്തിനും താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന പാവപ്പെട്ട പാർട്ടി. വേടൻ ഒരു ദളിതാണെങ്കിലും വേടൻ ദളിതിലെ സവർണനാണെന്ന് ഞാൻ പറയും.
ദളിതിലെ സവർണനാണ് വേടൻ, പക്ഷേ വെറും ദളിതരായിട്ടുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് എന്തുകൊണ്ട് നീതി പ്രസ്ഥാനം വാങ്ങിച്ചു കൊടുക്കുന്നില്ല? അത് ആ പാവപ്പെട്ട പെൺകുട്ടിയെ കൊണ്ട് ഒരു പ്രയോജനമില്ല, കൊണ്ടുവന്ന് നിർത്തിയിട്ട് കാര്യമില്ല എന്ന് തോന്നിയോ? വേടനാകുമ്പം ഈ പിണറായിയുടെ സദസ്സിന് ആൾക്കാരെ കൂട്ടാൻ വേടനെ പോലുള്ള ഒരാൾ മതിയല്ലോ, കൊണ്ടുവന്ന് ഇരുത്താലോ. അപ്പോൾ അവിടെ സാമ്പത്തിക നേട്ടം, സാമ്പത്തിക ലാഭം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ദളിതരിലെ സവർണന് ഒരു മുൻഗണന, പാവങ്ങൾക്ക് മറ്റൊരു അവഗണന. അപ്പൊ ഇത്തരത്തിൽ കൊണ്ടുവന്ന് ഇരുത്തുമ്പോൾ കഞ്ചാവ് അടിച്ച് പെണ്ണുങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പരാതി ഉൾപ്പെടെ നിലനിൽക്കെ ഹൈക്കോടതിയുടെ ഇതനുസരിച്ച് ഈ പറയുന്ന ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് വീണ്ടും പരിപാടിയിൽ പങ്കെടുപ്പിക്കുക, സംസ്ഥാന അവാർഡ് കൊടുക്കുക. സംസ്ഥാന അവാർഡ് നേരത്തെ ശ്രീജ പറഞ്ഞോണം, മറ്റേ ഇദ്ദേഹത്തിന്റെയൊക്കെ സിനിമകൾക്ക് അന്ന് അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ദേശീയ പുരസ്കാരത്തിന് അർഹതപ്പെട്ട സിനിമയാണ്. അവാർഡ് കിട്ടിയ സാഹചര്യം കണ്ണീര് കൊണ്ട് നിറഞ്ഞ് സംസാരിക്കുന്നത്. അതെ അതെ. അപ്പൊ അവർക്ക് മറ്റൊരു നീതി, ഇവർക്ക് വേടന് മറ്റൊരു നീതി. അപ്പൊ ഏതായാലും ഈ പറയുന്നത് പോലെ നാളെ പെണ്ണ് പിടിക്കാനും കഞ്ചാവ് അടിക്കുന്നവർക്ക്, കഞ്ചാവ് വിൽപ്പനക്കാർക്കും ഒക്കെ സംസ്ഥാന സർക്കാർ, അതായത് പാർട്ടിയുടെ ആഭിമുഖ്യമുള്ള, പാർട്ടിയെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവാർഡല്ല എന്തും പാർട്ടി നൽകും എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തി. ഇപ്പൊ ബാലതാരത്തിന്റെ കാര്യം തന്നെ പറഞ്ഞ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ, എനിക്കൊന്ന് ശ്രീജിത്ത് പണിക്കർ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന്, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ പോലുള്ള സിനിമകൾക്ക് എന്തുകൊണ്ട് ആ കുട്ടികളിലെ ഏതെങ്കിലും ഒരാൾക്ക് എന്തുകൊണ്ട് അവാർഡ് കൊടുത്തില്ല? എത്രയോ മികച്ച സിനിമ തന്നെയാണ് അത്. പൊട്ടപ്പടം എന്ന് തള്ളിക്കളയാൻ കഴിയില്ല, മികച്ച സിനിമ തന്നെയാണ്. അതിനകത്തുള്ള ആശയം അത് ഉൾക്കൊണ്ടുകൊണ്ട് പല സർക്കാർ സ്കൂളുകളുടെയും വിദ്യാഭ്യാസ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം നയം പോലും മാറ്റാൻ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട ഒരു സിനിമ കൂടിയാണ് ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്നത്. അതിന് ഒരു ബാലതാരത്തിന് പോലും ഒരു അവാർഡ് ഇല്ല, ഒരു ജൂറി പരാമർശമെങ്കിലും കൊടുക്കാമായിരുന്നില്ല, അതൊന്നുമില്ല. മഞ്ഞുമൽ ബോയ്സിന് തൂത്തുവാരി കൊടുത്തിരിക്കുന്നത്, അതിലേക്കൊക്കെ വരുന്ന ആവേശം. ഈ പറയുന്ന ജൂറി കണ്ടിരിക്കുന്ന ആകപ്പാടെ 4-5 സിനിമകൾ മാത്രമാണ്. മഞ്ഞുമൽ ബോയ്സ്, ബോഗൻവില്ല, അതുപോലെ തന്നെ ഈ പറയുന്ന ബ്രഹ്മയുഗം, അതുപോലെ തന്നെ അത് പാരഡൈസ്, ഫെമിനിച്ചി ഫാത്തിമ. ഉള്ളൊഴുക്കില് ദേശീയ അവാർഡ് കിട്ടിയ ഉർവശിയോടൊപ്പം നിന്ന സഹനടിയാണ് പാർവതി എന്ന് പറയുന്നത്. പാർവതിക്ക് എന്തുകൊണ്ടും യോഗ്യതയുണ്ട് ഒരു ഇത് കിട്ടാൻ. ഒരു പക്ഷേ ഇപ്പൊ ഫെമിനിച്ചി ഫാത്തിമയെക്കാളും ഉള്ളൊഴുക്കിലെ പാർവതിക്ക് നല്ലൊരു. ഫെമിനിച്ചി ഫാത്തിമ ഞാൻ കണ്ടിട്ടില്ല, വളരെ മികച്ച പ്രകടനം കാണിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേശീയ അവാർഡിൽ പലതും ഒക്കെ ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാണാത്തതുകൊണ്ട് അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. പക്ഷേ ഉള്ളൊഴുക്ക് പോലും ഒരിടത്ത് പോലും പരാമർശിക്കപ്പെട്ടിട്ടില്ല. വിജയരാഘവൻ അദ്ദേഹത്തിന് ഒരിടത്ത് പോലും പരാമർശിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ പറയുന്ന പോലെ തന്നെ ഈ ജൂറി പരാമർശം, പ്രത്യേക ജൂറി പരാമർശം എന്ന കാറ്റഗറിയിൽ നിരവധി ആളുകളെ പരാമർശിക്കപ്പെടുന്നുമുണ്ട്. ആസിഫ് അലി കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് വിഷമമുണ്ട്, ജൂറി പരാമർശം കിട്ടിയതിൽ സന്തോഷം. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ വിജയരാഘവൻ, ആസിഫ് അലി, പിന്നെ ടോവിനോ, ഇവരൊക്കെ അഭിനയിച്ചത് ഒന്നിനൊന്നിന്. അപ്പൊ പ്രകാശ് പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടിയോടൊപ്പം തന്നെ മികച്ച അഭിനയം ഇവരൊക്കെ കാഴ്ചവെച്ചു. മമ്മൂട്ടിയോടൊപ്പം തന്നെ കാഴ്ചവെച്ചെങ്കിൽ അവർക്കും കൊടുക്കണം മികച്ച നടൻ. എന്താ 2 പേർക്ക് കിട്ടിയ മമ്മൂട്ടിയുടെ കൂടെ ഇന്ന് വിജയരാഘവൻ അവാർഡ് വാങ്ങിച്ച എന്താ മമ്മൂട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ആ സിനിമയ്ക്ക് അടിപൊളിയായിട്ട് അഭിനയിച്ചു. കണ്ടത്തിലും പൂവ്, മറ്റൊരു പുഷ്പം, അങ്ങനെ എന്ന് പറയുന്ന സിനിമ, പൂക്കാലം വരവായില്ല എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ വളരെ മികച്ച കഥാപാത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടിയും എടുത്തു പറയേണ്ട സിനിമ തന്നെയാണ്, അതിൽ തെറ്റില്ല. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഇവിടെ പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടം നിങ്ങൾ പിന്തുണയ്ക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് വേടനെ പിന്തുണച്ചുകൂടാ? 2 കഞ്ചാവ് വലിച്ചതാണോ തൊഴിൽ തെറ്റ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊരു മറുപടിയും കൂടെ കൊടുത്ത് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും വേടൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നെടുന്തൂണാണ്. കാരണം വേടൻ ഇല്ലാത്ത പ്രോഗ്രാം ഒക്കെ 8 നിലയിൽ പൊട്ടും, അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ വേടൻ ഇപ്പം ഈ പറയുന്ന വേറെ ഏതെങ്കിലും ലെവലായിരുന്നെങ്കിൽ ഇവര് പിന്തുണയ്ക്കത്തൊന്നുമില്ലായിരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിനില്ലാത്ത ഇതെന്തെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇരട്ടത്താപ്പാണ്, ഞങ്ങളോടൊപ്പം നിൽക്കുന്നത്, ഞങ്ങൾക്ക് വല്ല ലാഭം ഉണ്ടോ ഞങ്ങൾ അവരോടൊപ്പം നിൽക്കും, അവർ ഞങ്ങളോടൊപ്പം നിൽക്കും. ഞങ്ങൾക്ക് ലാഭമില്ലാത്ത രാഹുലിനെ 8 നില പൂട്ടിയെ ഞങ്ങൾ പൂട്ടാനേ ശ്രമിക്കും. ഇതിപ്പം പൊതുപന്തിയിൽ നിന്ന് നോക്കുമ്പോൾ, അതായത് സമൂഹത്തിന്റെ ഇടയിലേക്ക് നോക്കുമ്പോൾ ജനത്തിനറിയാം, പ്രത്യേകിച്ച് സ്ത്രീകൾ രാഹുലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം അവിടെ പരാതിക്കാരിയില്ല, നിലവിൽ പരാതിക്കാരിയില്ല. പിന്നെ തന്റെ സ്വകാര്യത എന്ന് പറഞ്ഞാൽ ചില ഓഡിയോ ക്ലിപ്പുകൾ എടുത്തിട്ട് അത് പബ്ലിസിറ്റി ആക്കി ആ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയാണ്. അത് എന്ത് തന്നെയായാലും രാഹുൽ അത് എന്നായാലും പുറത്ത് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു കാലതാമസമുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം രാഹുൽ അത് പുറത്തു പറയും. തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന തരത്തിലായതുകൊണ്ടാണ് ഇപ്പോൾ മിണ്ടാതെ നടക്കുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തെ പാളിച്ചകൾ എന്താണോ, അദ്ദേഹത്തിന് എന്താണോ ഉള്ളത് തീർച്ചയായിട്ടും
തുറന്നു പറയും. ആ പെൺകുട്ടിക്ക് പോലും പരാതിയില്ല. കാരണം അവർ രണ്ടുപേരുടെയും സ്നേഹത്തിൽ അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും സൗഹൃദത്തിലോ ഒക്കെ ഉള്ള നിമിഷങ്ങളിൽ ഉണ്ടായ ചില കാര്യങ്ങളാണ്. അതിലെന്താണ് സത്യാവസ്ഥ, എന്താണ് അല്ലാത്തത്, ഇനി ആ പെൺകുട്ടി വിവാഹം കഴിക്കുമോ എന്നൊക്കെ പറയുന്നത് കേട്ടു. വിവാഹം കഴിക്കോ ഇല്ലേ എന്നൊക്കെ ഉള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ മാറ്റി വെക്കുമ്പോൾ ആ വ്യക്തിയുടെ ഒരു സ്വകാര്യത മാത്രമാണ്. ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്ന എത്ര വ്യക്തികൾ സ്വന്തം ഭാര്യ പോലും ഗർഭചിത്രം നടത്തുന്ന ഭർത്താക്കന്മാരുള്ള കാലഘട്ടമില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ കുട്ടികൾ വേണ്ടാന്ന് വെക്കുന്നത്? നിങ്ങളുടെ ധനസ്ഥിതി അല്ലെങ്കിൽ നിങ്ങളുടെ ഇതൊക്കെ മാറ്റിമറിക്കുന്നത്. അവരാണ് കുട്ടിയെ കൊന്നു. രണ്ട് മാസമായ കുഞ്ഞിനെ അല്ലെങ്കിൽ വയറ്റിലുള്ള ഇത് തങ്ങളുടെ ജീവിത സാഹചര്യം ശരിയല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും അബോർട്ട് ചെയ്യാറുണ്ട് അല്ലേ? ആ വ്യക്തികളാണ് പറയുന്നത് കുഞ്ഞിനെ കൊന്നു. അവർക്ക് അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയെ. ഈ പറയുന്നത് പോലെ അവർക്ക് രണ്ടുപേർക്കും താല്പര്യമുണ്ടെങ്കിൽ അവർ കുട്ടിയെ വളർത്തും, താല്പര്യമില്ലെങ്കിൽ അവർ കളയാതെ അവരുടെ ഇഷ്ടമാണ്. അത് മറ്റൊരാളുടെ ഇഷ്ടത്തെ ഈ ഗർഭചിത്രത്തിനോട് ഞാൻ എതിരാണ്. കാരണം നമ്മുടെ നാട്ടിൽ വിലക്കപ്പെട്ടതുമാണ്. ഞാൻ എതിരാണ്. വിലക്കപ്പെട്ടതല്ല, രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം ഉണ്ടെങ്കിൽ നടത്താം, അങ്ങനെ ചില ഇതുണ്ട്. ഈ പറയുന്നത് പോലെ ഞാൻ അതിനെതിരാണ്. കാരണം എനിക്ക് അറിയാലോ, എനിക്ക് കുട്ടികളെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെതിരാണ്. കുട്ടികളെ ഉള്ളൂ എന്ന് പറയുന്ന ആൾക്കാർ എനിക്ക് 3 കുട്ടികളുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെതിരാണ്. പക്ഷെ ഇത് അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് അവരുടെ ഒരു വ്യക്തി ജീവിതത്തിലുണ്ടായ ഒരു കാര്യം. അതൊഴിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണങ്ങളെല്ലാം തന്നെ മൊത്തം തെറ്റാണെന്ന് രാഹുലും പറഞ്ഞിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചും ഇപ്പൊ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം കേസെടുക്കാൻ പറ്റില്ല. പിന്നെ ഇവര് തെളിവുകൾ പുറത്തുവിടുന്നില്ല. റിനിയൊന്നും തെളിവുകൾ പുറത്തുവിടുന്നില്ല. അല്ലെ റിനി പറയാ ക്രൈംബ്രാഞ്ച് ഞങ്ങളെ പറ്റിച്ചു, പിണറായി സർക്കാർ എന്നെ പറ്റിച്ചു, ദാന്റെ തെളിവുകൾ. എന്തുകൊണ്ടാണ് പുറത്ത്? സീസൺ കഴിഞ്ഞപ്പോ റിനി അങ്ങ് മാളത്തിൽ കയറി എന്തിയ ഹണി ആരും ഇല്ലല്ലോ. അപ്പൊ അതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണ്. പക്ഷെ വേടനെതിരെ ഉള്ളത് കൃത്യമായിട്ട് ഒരു പെൺകുട്ടി നേരിട്ട അനുഭവമാണ്. ഒരു പെൺകുട്ടിയോട് ഒന്നാണോ എത്ര പെൺകുട്ടികൾ? അത് ഒന്നല്ല 2 or 3 പെൺകുട്ടികളോട് സ്നേഹാഭ്യർത്ഥന നടത്തുന്നു, അവരുമായിട്ട് ലൈംഗിക ഇതിൽ ഏർപ്പെടുന്നു, പിന്നീട് കളയുന്ന ഒരു മനോഭാവം. പക്ഷേ ഇപ്പൊ കോടതി പുതിയ ക്ലോസ് വെച്ചത് പ്രകാരം അതായത് ഇരുവർക്കും തമ്മിലുള്ള ഇഷ്ടപ്രകാരം നടത്തുന്ന ലൈംഗിക ബന്ധം അതിനുശേഷം ഉണ്ടാകുന്ന വേർപിരിയൽ അപ്പോൾ പിന്നെ പീഡിപ്പിച്ചു ചതിച്ചു എന്ന് പറഞ്ഞുള്ള ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാനിപ്പോ ഒരു വ്യക്തിയെ സ്നേഹിച്ചു എന്ന് വിചാരിച്ചു. ആ സ്നേഹത്തിന്റെ എക്സ്ട്രീം ലെവലില് ഒരു റിലേഷൻ ഉണ്ടായി, അല്ലെങ്കിൽ അതിലൊരു കുട്ടി ഉണ്ടായി. പക്ഷെ എനിക്ക് എന്റെ പാർട്ട്ണറിൽ നിന്ന് ടോർച്ചറിങ് കിട്ടുവാണ്. എനിക്ക് ആ പാർട്ട്ണറോടൊപ്പം ലൈഫ് ലോങ് ജീവിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യുന്നു? ബ്രേക്കപ്പ് ആക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറയുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി എന്നെ വേണ്ടാന്ന് വെക്കുന്നു. ഞാനുമായിട്ട് എന്തോ യോജിച്ചു പോകാൻ പറ്റില്ല, ലൈഫ് ലോങ് നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ വേണ്ടാന്ന് വെക്കുന്നു. അത് ഞങ്ങൾ രണ്ടുപേരും എടുത്ത തീരുമാനമാണ്. അത് വേണ്ടാന്ന് വെക്കുന്നിടത്ത് തീർന്നു ആ ബന്ധം. നാളെ ഒരു സമയത്ത് എന്റെ പാർട്ട്ണർ വല്ല മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആവുക എന്നെ പണ്ട് ഇങ്ങനെ പീഡിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞ് എനിക്ക് ചെല്ലാൻ പറ്റുമോ? നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ ഹസ്ബൻഡും വൈഫും ആയിട്ട് ഇരിക്കുകയാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് യോജിച്ചു പോകാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഡിവോഴ്സ് വരുന്നത്. അതുപോലെ തന്നെ സ്നേഹബന്ധത്തിൽ ഇരിക്കുമ്പോൾ 2 പേർക്ക് ഒത്തുചേർന്ന് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ബ്രേക്കപ്പ് ആവുന്നു. അതിനിടയിൽ പണ്ട് നടന്ന കാര്യങ്ങളെല്ലാം പൊക്കിയെടുത്തോണ്ട് വന്നിട്ട് ഈ പറഞ്ഞതുപോലെ എന്നെ പീഡിപ്പിച്ചു, എന്താണ് പീഡനം? 2 വ്യക്തികൾ ചേർന്നുള്ള ഒരു ബന്ധം എങ്ങനെയാണ് പീഡനമാവുന്നത്? 2 പേരുടെ ഇഷ്ടപ്രകാരമുള്ളത് എങ്ങനെയാണ് പീഡനമാവുന്നത്? എന്നെ പീഡിപ്പിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല. വേണമെങ്കിൽ ചീറ്റിംഗ് ഫയൽ ചെയ്യാം. എന്നെ വിവാഹം കഴിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഇത് ചെയ്തു, അതുകൊണ്ട് എനിക്ക് ചീറ്റിംഗ് സംഭവിച്ചു എന്നുള്ളത്. പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട്. കോടതി ചോദിക്കും, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഒരാളെ സ്വീകരിക്കാത്തതും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതെല്ലാം കാഴ്ചവെക്കുന്നതിന് മുമ്പേ നിങ്ങൾ വിവാഹം കഴിക്കണമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പരാതിപ്പെടാൻ പറ്റത്തില്ല, ആർക്കും പരാതിപ്പെടാൻ പറ്റത്തില്ല. ഇപ്പൊ വേടനെതിരെ അത്തരത്തിലാണ്. ആ പെൺകുട്ടി വെട്ടിലായിരിക്കുന്നത് ഈ ഒരു കാര്യത്തിലാണ്. കാരണം എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല, എന്തുകൊണ്ട് നിങ്ങൾ അന്ന് ചീറ്റിംഗ് കേസിന് ഫയൽ ചെയ്തില്ല എന്നൊക്കെയുള്ളൊരു ചോദ്യം പെൺകുട്ടിയുടെ നേരെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വേടൻ രക്ഷപ്പെടുന്നത്. ഇതിൽ ഇല വന്ന് മുള്ള വീണാലും മുള്ളു വന്ന് ഇല വീണാലും ഇലയ്ക്കാണ് സ്ത്രീകൾക്ക് തന്നെയാണ്. അതുകൊണ്ട് വരുന്ന പെൺകുട്ടികൾ സൂക്ഷിക്കുക, അത്രേ പറയാനുള്ളൂ. പിന്നെ രാഹുലിന്റെ വിഷയത്തിൽ ഈ പറയുന്ന 2 പേരും ബ്രേക്കപ്പ് ആയി വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഈ പറയുന്ന പൊക്കി എടുത്തുകൊണ്ട് വരുന്നത്. നമുക്ക് ഓൺ ദ സ്പോട്ട് കൊടുക്കാം. ഇപ്പം നടക്കുന്ന ഒരു സംഭവം, ഇന്ന് എന്നെ പീഡിപ്പിച്ചു ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുക, 24 മണിക്കൂറിനകത്ത് തെളിവുകൾ സഹിതമുണ്ട്. ഇനി ഞാനത് ഇഷ്ടപ്രകാരമാണ് ചെയ്തത്, എപ്പോഴാണോ ബ്രേക്കപ്പ് ആവുന്നത് ആ സന്ദർഭത്തിൽ എല്ലാ തെളിവുകളും കൊണ്ടുവന്ന് ഹാജരാക്കി എനിക്ക് ചീറ്റിംഗ് സംഭവിച്ചു, എനിക്ക് നഷ്ടപരിഹാരം വേണം, അല്ല ജീവിക്കാൻ പറ്റില്ലല്ലോ.
കാരണം ചീറ്റിംഗ് ചെയ്ത ഒരു വ്യക്തിയോടൊപ്പം പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത്? നമ്മൾ സ്നേഹത്തിന് മുന്നിൽ നമ്മൾ പുറകെ നടക്കും, പക്ഷെ ജീവിക്കണമെന്നില്ല. അപ്പം അത് അപ്പോഴും ഫയൽ ചെയ്യാം. അന്നേരം ചിലപ്പോൾ നിയമപരമായിട്ടൊക്കെ നമുക്ക് സാധ്യതകൾ കിട്ടും. പക്ഷെ ഇത് വേടന്റെ കാര്യത്തിലും സമയം കഴിഞ്ഞതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ആ കുട്ടി ഇപ്പോഴും ഇത്. പക്ഷെ എന്ത് തന്നെയായാലും ഇപ്പോൾ ആരോപണമല്ല, പരാതിക്കാരികളുള്ള വേടനെയാണ് സർക്കാർ പൊക്കിയെടുത്തുകൊണ്ട് ഇത്തരത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. വേടന്റെ കവിതകൾ എടുത്തു കഴിഞ്ഞാൽ കവിതകൾ ഒന്ന് ഇഴകീറി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പിണറായി പരിശോധിച്ച് കാണും, അതുകൊണ്ടായിരിക്കും ഈ സമ്മാനം കൊടുത്തത്. തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും പല ഭിന്നാഭിപ്രായമുള്ളവർ നിരവധി കാണും. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക. വേടന്റെ ഈ ഒരു പുരസ്കാരം, വേടന് ലഭിച്ച ഈ ഒരു പുരസ്കാരം അർഹനാണോ അല്ലയോ, അല്ലെങ്കിൽ മലയാളത്തിൽ ഇപ്പോൾ വേടനേക്കാൾ കവിച്ചു വെക്കാൻ മറ്റാരുമില്ലേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നമസ്കാരം.